ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഉമ്മത്തീങ്ങളിൽ തെറ്റ് ചെയ്യുകയും തൗബ ചെയ്യാനുള്ള അവസരം കിട്ടാതെ മരിച്ചു പോവുകയും ചെയ്ത ഒരു വിഭാഗം ആളുകളാണ് നരകത്തിന്റെ 7ാമത്തെ കവാടത്തിലൂടെ നരകപ്രവേശനം നടത്തുന്നതെന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ ബോധം കെട്ടു വീണു. ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തെ ആ പുണ്യമായ ശിറസ് തലയെടുത്ത് അവിടുത്തെ മടിയിൽ വെച്ചു. ഒരല്പം നേരം കഴിയുമ്പോ ബോധം തെളിയും. അപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് അല്ലാഹു തആല വഹിയിറക്കുകയാണ്. ഓ നബിയെ, എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? എന്തിനാ നബിയെ നിങ്ങൾ ബേജാറാകുന്നത്? ഇന്നാ സനുദീക ഫീ ഉമ്മതിക യാ റസൂലല്ലാഹ്. ഓ നബിയെ, നിങ്ങൾ സങ്കടപ്പെടേണ്ട നബിയെ. നിങ്ങളുടെ ഉമ്മത്തിന്റെ വിഷയത്തിൽ നിങ്ങളെ ഞാൻ തൃപ്തിപ്പെടുത്തുക തന്നെ ചെയ്യും നബിയെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളോട് പറയുന്നതാണ്, ഇന്നാ സനുദീക ഫീ ഉമ്മതിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ റസൂല, എന്റെ ഹബീബ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഉമ്മത്തിന്റെ വിഷയത്തിൽ ഞാൻ സങ്കടപ്പെടുത്തൂല എന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ ആ പ്രയാസപ്പെടുന്ന സമയത്ത് പോലും ഹബീബ് അള്ളാഹുവിനോട് പറഞ്ഞെന്തറിയോ? യാ റബ്ബ്, പടച്ചോനെ, വല്ലാഹ്, നിന്നെ തന്നെയാണ് സത്യം, ലാ അല്ലാഹ് വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. എന്റെ ഉമ്മത്തിങ്ങളിൽ ഒരു മെമ്പറും നരകത്തിലാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല പടച്ചോനെ എന്നാണ്. എന്റെ ഉമ്മത്തിങ്ങളിൽ ഒരാളും നരകത്തിലാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല, എനിക്കത് പൊരുത്തമല്ല, എനിക്കത് തൃപ്തിയല്ല എന്ന് അള്ളാഹു പറഞ്ഞ ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചങ്ങോട്ട് പറയാം, സുബ്ഹാനല്ലാഹ്, അത്രത്തോളം ഉമ്മത്തീങ്ങളോട് വലിയ കടപ്പാടുള്ള നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളിലുള്ള റഹ്മത്താണ്. മാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. എത്ര തെറ്റ് ചെയ്തവരാണെങ്കിലും ആ തെറ്റ് ചെയ്ത ആളുകളെ വിളിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതെന്താ? ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്. കള്ളുകുടിച്ചവനായിരിക്കാം, വ്യഭിചാരിയായിരിക്കാം, പക്ഷേ കള്ളുകുടിച്ചവനും തൗബ ചെയ്താൽ അവന്റെ ആ പാപം അല്ലാഹു പൊറുക്കും. വ്യഭിചരിച്ചവനാണോ, പാപം അല്ലാഹു പൊറുക്കും. തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മനസ്സോടെ അല്ലാഹു കേൾക്കണമെന്ന നിയത്തോടെ എന്ന് ചെയ്ത് പറഞ്ഞ അല്ലാഹുവിലേക്ക് മടങ്ങിയവനാണെങ്കിൽ അല്ലാഹു കബൂലാക്കും. അല്ലാഹു പറഞ്ഞതാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശങ്കപ്പെടരുത്. എത്രയോ സ്വഹാബാക്കൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യകാലം, അവരുടെ ജാഹിലിയ്യത്ത് അവരിൽ നിന്ന് നീങ്ങി പോകാത്ത കാലത്ത് ഇസ്ലാമായതിനു ശേഷം കണ്ടുപിടിച്ച ആളുകളുണ്ട്, വ്യഭിചരിച്ച ആളുകളുണ്ട്. പക്ഷെ അവർ കണ്ടുപിടിച്ച് അവർക്കൊരു കുറ്റബോധം വന്നാൽ നമ്മളെ പോലെയല്ല. നമ്മ തെറ്റ് ചെയ്താലും പിന്നെ അതിനെ ന്യായീകരിച്ച് അത് തെറ്റല്ല എന്നാക്കുന്ന ആളുകളാണ് നമ്മൾ. സ്വഹാബത്ത് അങ്ങനെയല്ല. അവർ ഓടി വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ സങ്കടം പറഞ്ഞവരാണ്. ഞാൻ കണ്ടുപിടിച്ചു പോയി നബിയെ, ഞാൻ വ്യഭിചരിച്ചു പോയി നബിയെ. സങ്കടത്തോടെ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ? കണ്ടുപിടിച്ചവനെ ഇസ്ലാമിന്റെ ശരീഅത്തുള്ള കോടതി, റസൂലുള്ളാഹി തങ്ങളുടെ കോടതി, അയാളെ നല്ല രൂപത്തിൽ ശക്തമായി ചാട്ടവാര കൊണ്ട് അടിക്കും. ആ അടി ഏറ്റുവാങ്ങാനാണ് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നത്, നബിയെ, എന്നെ അടിക്കണോ? ഞാൻ കണ്ടുപിടിച്ചു പോയി. എന്റെ ജാഹിലിയ്യത്ത് കൊണ്ട് ആ സ്വഭാവം ഞാൻ എന്നിൽ എന്നിട്ട് ഇറങ്ങിപ്പോയിട്ടില്ല നബിയെ, എന്നെ അടിക്കണമെന്ന് പറഞ്ഞവർ എന്റെ ആഖിറത്തിൽ ആദാബിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ഒരു സാധുവായ പെണ്ണ് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു പോയി നബിയെ,
എനിക്ക് ഇസ്ലാമിന്റെ നിങ്ങളുടെ കോടതിയായ കല്ലെറിഞ്ഞ് കൊല്ലുന്ന പരിപാടി അത് എന്നിൽ നിങ്ങൾ ആ കിസാസ് നടപ്പിലാക്കണം. സ്വന്തം ശരീരത്തിൽ കൊല്ലാൻ വേണ്ടിയിട്ട് വ്യഭിചാരത്തിന് കുടുങ്ങിപ്പോയ ഒരു സഹോദരി എന്ന് പറയാൻ എന്തൊരു ഈമാനാണ്. അങ്ങനെ ആ കുറ്റം അത് തെളിഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ അത് എരിഞ്ഞു കൊല്ലേണ്ട കേസാണ് എന്നറിഞ്ഞപ്പോ വലിയൊരു കുണ്ടിൽ കുഴിച്ച് ആ കുണ്ടിലേക്ക് സഹോദരി ഇറക്കി. എന്നിട്ട് എല്ലാ സഹാബത്തും ചുറ്റുഭാഗത്തിൽ നിന്ന് കല്ലുകൊണ്ട് ആ സഹോദരി എരിയാൻ. അപ്പൊ എരിയുമ്പോ ഒരു കല്ല് പോയി ആ സഹോദരിയുടെ തലയുടെ മൂർധാവിൽ വന്നിട്ടു. പക്ഷെ പെണ്ണ് മരിക്കുന്നില്ല. മരിക്കാതിരുന്നപ്പോ മുകളിൽ കല്ലേറ് നടത്തുന്ന മഹാനായ സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ ശപിച്ചു. എന്തൊരു പെണ്ണായത്! ഹയാത്ത് കാലത്തിലും അള്ളാഹുവിന്റെ ലാനത്ത് വാങ്ങിയ പെണ്ണ് ഇപ്പോ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴും പെണ്ണ് മരിക്കുന്നില്ല എന്ന് ഇങ്ങനെ മുകളിൽ കയറിയിട്ട് ആ കല്ലെറിയുന്ന സമയത്ത് ഹംസ റളിയല്ലാഹു അൻഹു ശപിച്ചപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, യാ ഹംസ ലാ തൽഅൻ, ഹംസ ഒരിക്കലും ലാനത്ത് ചെയ്യരുത്, ആ പെണ്ണിനെ ശപിക്കരുത്. ആ പെണ്ണ് ആരാണെന്നറിയോ? ആ പെണ്ണിന്റെ ഉള്ളിൽ ഉടലെടുത്ത ആ തൗബയുടെ അഗാധമായ ആ തൗബയുടെ ആ മഹത്വം എത്രയാണെന്നറിയോ? നമ്മുടെ പരിസരങ്ങളിലുള്ള 70 വീടുകളിലുള്ള ദോഷികൾക്ക് ഈ പെണ്ണ് ചെയ്ത തൗബയെ വീതിച്ചു കൊടുത്താൽ ഈ പെണ്ണിന്റെ ആ തൗബയുടെ ആ വലിയ മഹത്വം കൊണ്ട് 70 വീടുകളിലുള്ള പാവികൾക്ക് പോലും അല്ലാഹ് പൊരുത്തു കൊടുക്കും. ഹംസ, അത്രയും ഗൗരവമുള്ള അഗാധമായ തൗബയാണ് ആ പെണ്ണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പെണ്ണിനെ ശപിക്കരുത് ഹംസ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എങ്ങനെയുള്ള തൗബയാണ്? കാക്ക തൗബയല്ല. ഒരു പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ്, ഒരു പ്രാവശ്യം തൗബ, പിന്നെ വീണ്ടും തെറ്റിലേക്ക് മടങ്ങി പോകുന്നതല്ല. എനിക്ക് നല്ല തൗബയാണ്. ഈ തൗബയോട് എനിക്ക് മരിച്ചാൽ ആളുകൾ എന്നെ കല്ലെറിഞ്ഞു കൊന്നാലും പ്രശ്നമല്ല. ആരോഗ്യമായ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് സ്വർഗം കിട്ടണം. ആ രൂപത്തിലുള്ള തൗബ ചെയ്തപ്പോൾ റസൂൽ പറഞ്ഞതാണ്, ഈ പെണ്ണ് ചെയ്ത തൗബയുടെ ആ വലിയ മഹത്വം എത്രയാണെന്നറിയോ? 70 വീടുകളിലുള്ള പാപികൾക്ക് തൗബ ഓഹരി ചെയ്തു കൊടുത്താൽ അവര് പോലും സ്വർഗത്തിൽ കടക്കാൻ കാരണമാവുന്നതാണ്. അപ്പൊ പാപങ്ങൾ, കുറ്റങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിന്റെ ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന കാലത്ത് അവർ ചെയ്തവരായിരുന്നു. പക്ഷെ എത്ര ചെയ്താലും അള്ളാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്. ആ പടച്ചവനാണ് നമ്മോട് പറഞ്ഞത്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ആശ ഉയരരുത്. ആ റഹ്മത്തിന്റെ ഉടമയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം. മുഅ്മിനീങ്ങളോട് റഹ്മത്തുള്ള ഹബീബാണ്. മുഅ്മിനീങ്ങളോട് റഹ്മത്തുള്ള ഹബീബാണ്. ആ ഹബീബാണ് അല്ലാഹുവിനോട് പറയുന്നത്, വല്ലാഹി ലാ അല്ലാഹു വാഹിദുൻ മിൻ ഉമ്മത്തി ഫിന്നാർ. എന്റെ സമുദായത്തിൽ ഒരൊറ്റ മെമ്പർ നരകത്തിലുണ്ടെങ്കിൽ ഇല്ല പടച്ചോനെ, എനിക്കത് സഹിക്കാൻ കഴിയൂല, എനിക്കത് പൊരുത്തപ്പെടാൻ കഴിയൂല എന്ന് പറഞ്ഞ അവസരം ഉപയോഗിച്ച് നമുക്ക് വേണ്ടി ശബ്ദിച്ച നേതാവാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ ഹബീബിന്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും, ആ ഹബീബിന്റെ ജീവിതത്തിലും ഒരുപാട് സന്തോഷങ്ങളും ദുഃഖങ്ങളും പരീക്ഷണങ്ങളും അല്ലാത്ത സമയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ അതൊക്കെയും നല്ല രൂപത്തിൽ ഏറ്റെടുത്ത് പരീക്ഷണങ്ങൾക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ക്ഷമിച്ച്, അതേ സന്തോഷങ്ങൾ വരുമ്പോ അള്ളാഹുവിലേക്ക് നന്ദി ചെയ്ത് നാം ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഈ റബീഉൽ അവ്വൽ കൊണ്ട്, നാം ചെല്ലുന്ന സ്വലാത്ത് കൊണ്ട്, നാം ഓതുന്ന ഹബീബായ തങ്ങളുടെ പ്രകീർത്തനങ്ങളെ കൊണ്ട് നമുക്ക് വലിയ നേട്ടമുണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ ഹബീബിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും അവിടുത്തെ സുന്നത്തുകൾ, അവിടുത്തെ ചര്യകൾ ജീവിതത്തിൽ പിന്തുടർന്ന് ജീവിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാഹ്
ഒരുപാട് ആളുകൾ പല ഹലാലായ വാക്കുകൾ പറഞ്ഞ് വസിയത്ത് ചെയ്തവരുണ്ട്. പലരും പലവിധ രോഗങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലുകളിൽ വീടുകളിൽ മറ്റും കിടക്കുന്ന ആളുകളുണ്ട്. പടച്ചോനെ, അവരിൽ നമ്മുടെ ഉമ്മമാരുണ്ട്, നമ്മുടെ ഉപ്പമാരുണ്ട്, കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ. ഈ സദസ്സിലുള്ളവരിൽ പലരും പലവിധ രോഗികളാണ്. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാഹ്. ഷാഫിയായ കാഫിയായ അല്ലാഹ് ആജിലായ കാമിലായ ശിഫാവുകൾ എല്ലാ രോഗികളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചോനെ, നീ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്ത് നമ്മുടെ ആരോഗ്യമാണല്ലോ, ആഫിയത്താണല്ലോ. പടച്ചോനെ, ഇത്ര കോടികൾ കയ്യിലുണ്ടായാലും ഇന്നലെ ഒരാൾ വിളിച്ചു പറഞ്ഞു, വലിയ കോടീശ്വരൻ ഉള്ളാണത്തിൽപ്പെട്ട വലിയൊരു കോടീശ്വരനാണ്, പക്ഷേ ഇപ്പൊ കണ്ണിന്റെ കാഴ്ചയില്ല, വലിയ വേലാരിലാണെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞാൽ പിന്നെ അയാളുടെ ഏറ്റവും വലിയൊരു കൂട്ടുകാരനാണ്, സാധെ കോടികൾ ഉണ്ടായിട്ട് എന്ത് കാര്യമാണ്? ആരോഗ്യമില്ലെങ്കിൽ, കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ, ശരീരത്തിന് ആഫിയത്തില്ലെങ്കിൽ കോടി കൊണ്ട് എന്ത് നേട്ടമുണ്ട്? പടച്ചോനെ, എത്ര വലിയ സത്യമാണ്! ഏറ്റവും വലിയ നിഅമത്ത് നീ തരുന്ന ആരോഗ്യമാണല്ലോ, ആഫിയത്താണല്ലോ. പണി പിടിച്ചവന്റെ മുന്നിൽ നല്ല വിപുലമായ നല്ല ടേസ്റ്റുള്ള ബിരിയാണി വെച്ചു കൊടുത്താൽ പണി പിടിച്ചവൻ എന്ത് ബിരിയാണിയാണ്! പടച്ചോനെ, ബിരിയാണിയുടെ ടേസ്റ്റ് പറഞ്ഞതുകൊണ്ടല്ല, ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ ടേസ്റ്റ് പറഞ്ഞതുകൊണ്ട് എല്ലാം നഷ്ടപ്പെടുകയാണ്. പടച്ചോനെ, മരണം വരെ നമുക്ക് നീ തന്ന നമ്മുടെ ഭാര്യ മക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് നീ കൊടുത്തതും തന്നതുമായ ആ ആരോഗ്യം നീ നിലനിർത്തണേ അല്ലോ, ആഫിയത്ത് നിലനിർത്തണേ അല്ലോ. പടച്ചോനെ, മറ്റൊരാൾ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞല്ലോ ഖിദ്മത്ത് ചെയ്യുന്ന ഒരു ചുറ്റുപാട് നീ വരുത്തല്ലേ അല്ലോ. നമ്മുടെ രാഷ്ട്രങ്ങൾ, നമ്മുടെ മുദ്രങ്ങൾ, നമ്മുടെ വ്യക്തിപരമായി ചെയ്യേണ്ട ആവശ്യങ്ങൾ മറ്റൊരാളുടെ സഹായത്തിലൂടെ ചെയ്യുന്ന ഒരു അവസ്ഥ നീ വരുത്തല്ലേ അല്ലോ. പടച്ചോനെ, നിന്നെ ഞങ്ങളെ സ്തുതിക്കുകയാണ്. ചെല്ലിയാലും എത്ര നിന്നെ സ്തുതിച്ചാലും നീ ചെയ്ത നിഅമത്തിനൊരിക്കലും കടപിടിക്കൂല എന്നറിയാം. എന്നാലും ഞങ്ങൾ ചെല്ലുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അൽഫ മറ. റബ്ബേ, ദായിമാക്കി തരണേ അല്ലാഹ്. നിഅമത്ത് നിലനിർത്തണേ അല്ലാഹ്. ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. പടച്ചോനെ, സാമ്പത്തികമായ ഒരുപാട് കടങ്ങൾ, ബാധ്യതകൾ, ഇടപാടുകളുള്ളവരാ. വിശാലമായി നിന്റെ ഖസനാവിൽ നിന്ന് ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാഹ്. ആവശ്യമുള്ളത് അടുപ്പിക്കണേ അല്ലാഹ്. ആവശ്യമില്ലാത്തത് ദൂരീകരിക്കണേ അല്ലാഹ്. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ മക്കള്, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ കുടുംബക്കാർ പലരുമുണ്ട്. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ ഖബർ, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബർ, ഈ പള്ളിയുടെ ജമാഅത്ത് പള്ളിയുടെ പല പള്ളികളുടെ ചുറ്റുഭാഗങ്ങളിൽ കുടുംബക്കാരും നാട്ടുകാരും ഉസ്താദന്മാരും സ്നേഹിതന്മാരും പലരും ഖബറിൽ കിടക്കുമ്പോ അവരുടെ ഖബറൊക്കെ നീ സന്തോഷവും സമാധാനവും സ്വർഗീയ സന്തോഷങ്ങളും നിറഞ്ഞ ഖബറുകളായി നീ കബൂലാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വതഹമ്മൽ ലി റസായിൽ അയ്യുഹ ശൗഖുൽ ജസീൽ നഹവഹാതി കൽ മനാസിൽ യാ റസൂലല്ലാഹ് الله في العشايا والبكور يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله الله صلوات الله عليكم يا حبيب الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير.